ശക്തമായി ചൂടുയരുന്നതിനിടയിലൊക്കെ വലിയ രീതിയിൽ ശുദ്ധജലക്ഷാമം അനുഭവിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കൈനകരി നിവാസികളുടെ ദുരിതത്തെ ഉപമിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നമുക്കറിയാം, ആ പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. പക്ഷേ ശുദ്ധജലമില്ല, കുടിവെള്ളമില്ല എന്നുള്ള പ്രതിസന്ധി അവിടുത്തുകാർ പറയുന്നു. ഇന്ന് രാവിലെയൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. വളരെ വേദനാജനകമാണ് അവിടുത്തെ സാഹചര്യം. പൊറുതിമുട്ടി കഴിയുകയാണ് അവിടെയുള്ള ജനങ്ങൾ. പ്രാഥമിക ആവശ്യങ്ങൾക്കും കുടിനീരിനും വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് ഈ മനുഷ്യർ. സംസ്ഥാനത്ത് കൊടും ചൂടാണ്. പല ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി താപനില ഒരേ രീതിയിൽ തന്നെയാണ്. അതിനേക്കാൾ ഉപരി ആലപ്പുഴ ജില്ലക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളക്ഷാമമാണ്. കുട്ടനാട്, കൈനഗിരി മേഖലകളിൽ ശുദ്ധജലക്ഷാമം അതിരൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കൈനഗിരി പഞ്ചായത്തിലെ 15 വാർഡിലും ജലക്ഷാമം നേരിടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. കൈനഗിരിക്കാർ കുടിവെള്ളമില്ലാതെ വീർപ്പുമുട്ടിക്കഴിയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ വേനൽക്കാലത്ത് ആ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായി. തണ്ണീർമുക്കം ബണ്ട് തുറന്നതോടുകൂടി പ്രശ്നം ഇരട്ടിച്ചു. കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി വില കൊടുത്ത് വെള്ളം വാങ്ങുകയാണ് ഈ മനുഷ്യർ. ഞങ്ങൾ 10,000 രൂപ കൊടുത്ത് കണക്ഷൻ എടുത്തിട്ടിരിക്കുക. വർഷം 3 കൊച്ചു ഊപ്പ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. എന്നും 60 രൂപ കൊടുത്ത് ഞങ്ങൾക്ക് വെള്ളം മേടിക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. കഞ്ഞി വെക്കാൻ ഒക്കുമോ? കഞ്ഞി വെക്കാൻ മാർഗ്ഗമില്ല, കുടിക്കാൻ മാർഗ്ഗമില്ല, കുളിക്കാൻ മാർഗ്ഗമില്ല. ഒരു വെള്ളം കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു തരുക. ഈ വെള്ളത്തെ കൊണ്ടുവന്ന് 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് നിർത്തും. ഒരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് നിർത്തും. പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല. പഞ്ചായത്തിലെ 15 വാർഡിലും അതിരൂക്ഷമായ ശുദ്ധജലക്ഷാമമാണ് നേരിടുന്നത്. ജലവിതരണ പൈപ്പുകൾ ഉണ്ടെങ്കിലും ഒട്ടുമിക്കതിലും വെള്ളമില്ല. പമ്പ് ഹൗസിലെ മോട്ടോറിന്റെ തകരാറടക്കം പ്രതിസന്ധിയാകുന്നുണ്ട്. സാമൂഹിക വിരുദ്ധരുടെ ചൂഷണവും ഇതിനാക്കം കൂട്ടുന്നു. കുട്ടനാടിന്റെ കിഴക്കൻ മേഖലയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വള്ളത്തിൽ ജലവിതരണം നടത്തുന്നുണ്ടെങ്കിലും അതും കാര്യക്ഷമമല്ല. ഇടതോടുകളിലെ പോളശല്യവും ജലവിതരണത്തിന് പ്രതിസന്ധിയാകുന്നു. വള്ളത്തിൽ വെള്ളമെത്തുമെന്ന പ്രതീക്ഷയിൽ കുടുംബങ്ങൾ കാലിപ്പാത്രങ്ങളുമായി കാത്തിരിക്കുകയാണ്. ഇന്ന് 9 ദിവസമായി വെള്ളമില്ലാതെ ഈ പാത്രമെല്ലാം ഇവിടെ വെച്ചിട്ട് 9 ദിവസത്തിനകം വെള്ളം വന്നിട്ടേ ഇല്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് ഞങ്ങൾ എവിടെ പോകും? കുപ്പിവെള്ളം മേടിച്ച് എന്തുമാത്രം എന്നും പറഞ്ഞ് ഉപയോഗിക്കും. ഇതാണ് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്ക് വെള്ളമാണ് ആവശ്യം. ജലലഭ്യത ഉറപ്പാക്കാനായി പ്രതിഷേധങ്ങൾ നടത്തി. തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാനെത്തിയ സ്ഥാനാർത്ഥികൾ പ്രശ്നം പരിഹരിക്കാമെന്ന് വാഗ്ദാനങ്ങൾ നൽകി. ഉറപ്പുകൾ വാക്കിലൊതുങ്ങിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇത് പഞ്ചായത്ത് കമ്മിറ്റികളിലും മറ്റും പറഞ്ഞിരുന്നു. MLA അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തതായിട്ട് നമുക്ക് ഒരു അറിവും കിട്ടുന്നില്ല. പക്ഷേ ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം വെള്ളം ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ വെള്ളം ഈ ഒരു വെള്ളമായതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ വെള്ളം കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. വെള്ളത്തിൻ്റെ അപര്യാപ്തതയുണ്ട്, ടാങ്കുകളുടെ അപര്യാപ്തതയുണ്ട്. ഇതെല്ലാം ഒന്ന് ക്രമീകരിച്ചാൽ മാത്രമേ നമുക്ക് വെള്ളം വാർഡുകളിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അത് കണക്ക് തന്നെ മെയിനായ 2 മോട്ടറുകൾ തകരാറിലാണ്. അധികാരികൾ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് ജലവിതരണം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഈ പൊതുജലാശയങ്ങൾ. തണ്ണീർമുക്കം ബണ്ടു തുറന്നതോടുകൂടി അതും ഉപയോഗിക്കാനാകാത്ത സ്ഥിതി. മുഴുവൻ ഉപ്പുവെള്ളമായി മാറി. ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. ജലവിതരണം കാര്യക്ഷമമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആലപ്പുഴയിൽ നിന്നും അദീഷിനും അനന്തുവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24. പൊതുജനം കഴുതയല്ല സാർ. മഴക്കാലമായാലും വേനൽക്കാലമായാലും കുട്ടനാട്ടുകാർക്ക് ദുരിതം തന്നെ. വലിയ പ്രയാസം അനുഭവിക്കുകയാണ് ആ മേഖല. ഈ ചൂടുകാലത്ത് കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും എത്ര കാലം പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ടി വരും എന്നുള്ള ആശങ്കയിലാണ് അവിടെയുള്ള ജനങ്ങൾ. ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ഓരോ കുപ്പി വെള്ളം 60 രൂപ കൊടുത്താൽ മേടിച്ച് കുടിക്കുന്നത്. തുണി കഴുകാനും കുളിക്കാനും ഒന്നും വെള്ളമില്ല. പൈപ്പ് കണക്ഷൻ അഴുക്കുക, വെള്ളം കൊള്ളത്തില്ല, ഭയങ്കര മണമാണ് വെള്ളത്തിന്. ഞങ്ങളൊക്കെ ഹൗസ് കണക്ഷനാണ്, പൈസ കൊടുത്താണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് വരുമ്പോഴേ വെള്ളം വരും, ഇടയ്ക്ക് വെള്ളം വന്നിട്ട് പിന്നെ അങ്ങ് നിന്ന് പോവുകയാണ്. പിന്നെ പൈപ്പ് ലൈൻ ഞങ്ങൾ 8,000 രൂപ മുടക്കി എല്ലാ വീട്ടിലും പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്, ഹൗസ് കണക്ഷൻ. ഇതുവരെയായിട്ട് അതിൻ്റെ അകത്ത് ഒരു അനക്കം പോലും ഇല്ല. വഴി നേരത്തെ വെള്ളം വരുമായിരുന്നു, അത് കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ആ കലക്കൽ വെള്ളം വരാൻ തുടങ്ങി. പിന്നെ പൈപ്പെല്ലാം പൊട്ടിയൊക്കെ കിടക്കുക. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ പൈപ്പ് ഇട്ടിരിക്കുന്ന ഒരു കേസ് ഇട്ട് അവർ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഒന്ന് പുതുക്കി നല്ല ഒരു വെള്ളം ശകലം തന്നു കഴിഞ്ഞപ്പോൾ ഈ റോഡ്
റോഡ് മാർഗ്ഗമായാലും ഇപ്പോൾ ഇഷ്ടം പോലെ പോള ഉണ്ടായിരുന്നു. മറ്റേ ഇപ്പോൾ ഈ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ വാരിയെല്ലാം അവർ ടിപ്പാക്കി അത്രയും തന്നു. അതുകൊണ്ട് ആ വെള്ളം ഒഴുക്കുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ആ പോള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ ആൾക്കാരെ രാത്രി സമയം എന്തെങ്കിലും ഒരു അസുഖം വന്നാലും കൊണ്ടുവന്ന് എൻ്റെ വള്ളത്തിലും ഇവിടെ ചെറിയ ചെറിയ വള്ളത്തിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ പാവപ്പെട്ട ജനങ്ങളാണ് ഈ നാട്ടിൽ താമസിക്കുന്നത്. ആർക്കും ദിവസവും 60 രൂപ കൊടുത്ത് കുപ്പിവെള്ളം വാങ്ങിക്കാനുള്ള നിവൃത്തി ഒരു മനുഷ്യർക്കും ഇല്ല. പിന്നെ നിവൃത്തിയില്ല, വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല. കൊച്ചു പിള്ളേരുണ്ട്, കുടിക്കാൻ വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ തൊട്ട അയലോക്കത്താണ് MLA ഉള്ളത്. എല്ലാ വാഗ്ദാനങ്ങളും തന്നിട്ട് പോകും എല്ലാവരും. വോട്ടിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് വന്ന് എല്ലാവരും വാഗ്ദാനങ്ങൾ തരും. ഇപ്പം എന്താ വെള്ളം ശരിയാക്കിയാക്കാന്നും പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പം വഴി ശരിയാക്കിയാക്കാന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും വാഗ്ദാനം തന്നു വെച്ച് പോയി. ഇലക്ഷൻ കഴിയും, അവർ ജയിക്കും, അവരവരുടെ കാര്യങ്ങൾ നോക്കും. എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ വെള്ളമില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ മഴക്കാലം വരുമ്പം വെള്ളം പിടിച്ചു വയ്ക്കാൻ ടാങ്ക് ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ഞങ്ങൾ ചെയ്തേനെ. പിള്ളേരുണ്ട് വീട്ടിൽ, പ്രായമുള്ളവരുണ്ട്, അവർക്കെല്ലാം വെള്ളം വേണം, കുളിക്കാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.